Well, things all set to start the match number 3 of Lord's Premier League here in Lord's Hidayat Nagar. Hello. First ball, beautifully delivered by Siraj. The man who have a lot of experience in tennis ball cricket. Strikes it through the onside region and gets a single in an easy way. ആദ്യ രണ്ട് പന്തുകൾ പിന്നിടുകയാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ടീം ക്രിക്കറ്റേഴ്സ്. ആസാദ് ഗെറ്റ്സ് എ സിംഗിൾ and off the mark. Now Nafi on strike. That's a shot. Lovely stroke from Nafi. Gone way outside from the corner of the ground. Absolutely a power pack one to start the action by Nafi. He just opened his account with a terrific maximum. He loves to hit some sixes. Here comes a free hit ball. That's a beautiful delivery. Excellent full length one from Siraj. Makes it nicely in front of the batter Nafi. It will be in front of Azad. And here comes the last ball of the over, number 1. That's a shot of authority over the floodlight and outside of the ground for a 6 runs by Azad. A fabulous swing of a bat that meets the right timing perfection and clinically well deposit out of the ground for a terrific maximum. രണ്ട് ബാറ്റേഴ്സും സിക്സറുകൾ അടിച്ചുകൊണ്ട് ആദ്യ ഓവറിൽ തന്നെ ആധികാരികമായി നിലയുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഫസ്റ്റ് ഓവർ ഡൺ 15. For none after first over. Shamsi Chowki coming with the over number 2 for the team. Well. Nafi gives a warm welcome to the new bowler. It's a terrific shot, dispatched out of the ground through the onside. Gone over the top, into the safe zone. It will be nothing. 21 runs in the account of team cricketers. Gets a slow full toss one. Cleverly changes the pace. Nicely works it in favor of the bowling side and just takes a single on this occasion by the batter. 22 runs by team cricketers.
മൂന്നാമത്തെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ടൂർണമെന്റ് മനോഹരമാക്കാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് നൽകിയ വ്യക്തികളെ ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ലോർഡ്സിന്റെ പേരിൽ ആദ്യമായി ഒരു വലിയ പ്രീമിയർ ലീഗ് അനൗൺസ് ചെയ്യുമ്പോൾ അതിനിടെ വലിയൊരു ഷോട്ട് ആധികാരികമായി മൈതാനത്തിന് വെളിയിലേക്ക് പന്തിനെ തൂക്കിയെടുത്ത് പറഞ്ഞേക്കുന്നു ആസാദ്. ലോർഡ്സിന്റെ പേരിൽ ഒരു പ്രീമിയർ ലീഗ് പ്രഖ്യാപിക്കുമ്പോൾ നിരവധി ടൂർണമെന്റുകൾ വിജയകരമായി നടത്തി എക്സ്പീരിയൻസ് ഉള്ള അമ്മി തെരുവത്ത് തീർച്ചയായും ഞങ്ങൾക്ക് വലിയ ഒരു സപ്പോർട്ട് ഈ ഒരു ടൂർണമെന്റിന് പിറകിൽ സമ്മാനിച്ച വ്യക്തിയാണ്. നന്ദി അറിയിക്കുന്നു അമ്മി തെരുവത്തിന്. ഇത്തരം ഒരു ടൂർണമെന്റ് ആദ്യമായി ലോർഡ്സിന്റെ കമ്മിറ്റി ഒരുക്കുമ്പോൾ അതിന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ഈ ഒരു ടൂർണമെന്റിന്റെ മികച്ച നടത്തിപ്പിൽ ഞങ്ങൾക്ക് പിന്തുണയായി നിന്ന അമ്മി തെരുവത്തിനോട് നന്ദി അറിയിക്കുകയാണ്. അതിനിടെ 2 സിക്സറുകൾ തുടരെ അടിച്ചുകൊണ്ട് അവകാശവാദം തങ്ങളുടെ കൈകളിലാണെന്ന് അതിഗംഭീരമായി അനൗൺസ് ചെയ്യുന്ന ഒരു ഓവറാക്കി മാറ്റുകയാണ് ടീം ക്രിക്കറ്റേഴ്സ്. എൻഡ് ഓഫ് 2:35 35 റൺസുകളുമായി 2 ഓവറുകൾ പിന്നിടുകയാണ്. റൺസുകളുമായി 2 ഓവറുകൾ പിന്നിടുന്നു. ഇസാഖ് കുന്നിലിന് നന്ദി അറിയിക്കുന്നു. ജേതാക്കൾക്കുള്ള ട്രോഫി സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ ഒരു ടൂർണമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിന്നേഴ്സ് ട്രോഫി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ഇസാഖ് കുന്നിൽ, താങ്ക് യു വെരി മച്ച്. Amin Abdul Aziz. Amit Terwood comes and straight away the batter welcoming in style with a superb 6 out of the ground into the nets of Lords. Dispatch. എല്ലാ ബോളേഴ്സിനും കൃത്യമായി സിക്സറുകൾ അടിച്ചുകൊണ്ട് വെൽക്കം ചെയ്യുക എന്ന ക്രിക്കറ്റേഴ്സിന്റെ രീതി. ടീം ക്രിക്കറ്റേഴ്സ് അതിനിടെ അമ്മിയുടെ ട്രിക്ക്. Oh man, that was the opportunity. That was the variation from Variation King Ammi Tervatha, using his experience and brings it a little bit slow down on the track of Lords. It was created the opportunity but went in vain. Looks easy, looks simple, and makes it that one a juicy type of delivery and easily played through the onside region for another 6. Not gets a control on this occasion, makes it everything nicely. ഇഷാഖ് കുന്നിൽ ജേതാക്കൾക്കുള്ള ട്രോഫി സമ്മാനിക്കുമ്പോൾ കാസർഗോഡിന്റെ ക്രിക്കറ്റ് മൈതാനങ്ങളെ, ക്രിക്കറ്റ് ടൂർണമെന്റുകളെ ഈ ഒരു മൈതാനത്തെ മനോഹരമാക്കുന്ന ലോർഡ്സ് ഹിദായത്ത് നഗറിന്റെ സാരഥികൾ സെക്കൻഡ് ട്രോഫി ഈ ഒരു പ്രീമിയർ ലീഗിന് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. താങ്ക് യു ലോർഡ്സ് ഹിദായത്ത് നഗർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി for the second trophy, and a big thanks to Haya Gold, Diamond and Silver. That's down the ground once again, another 6. 50 comes up for the team cricketers in style. A typical 6-sitting batting that showcasing by Azad. Is moving on 40 from just 12 balls. Down the leg stump. That's again a shot. Wonderful way, and it's going all the way. 6 number 4 of the over. End of the over in an expensive way of 27 runs. 3 gone, 62. Opener stands. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സിൽവറിന് നന്ദി അറിയിക്കുകയാണ്. കാസർഗോഡ് MG റോഡിൽ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന ഹയ ഗോൾഡ് ഈ ഒരു പ്രീമിയർ ലീഗിന്റെ ലോർഡ്സ് ഹിദായത്ത് നഗർ സീസൺ 1 പ്രീമിയർ ലീഗിന്റെ ജേഴ്സി സ്പോൺസേഴ്സ് ആക്കിക്കൊണ്ട്
ഈ ഒരു ടൂർണമെന്റിനെ കളർഫുൾ ജേഴ്സികൾ അണിയിച്ച് കളർഫുൾ ആക്കുന്നു. 62 റൺസുകളുമായി 3 ഓവറുകൾ പിന്നിടുകയാണ് 4ാമത്തെ ഓവറിലേക്ക്. Perfectly blocked it, that one. Nice piece of shot. And by Nafi. Just keeps a strike rotation. And Azad on 46 from 13 balls. Incredible innings turning out to be from the champion batter from Team Cricketers. Azad CP. Miss it on this occasion. They were going between the wickets. First run completed. No chance for coming back. Avoiding the trouble. Just moving superbly by the batters. Nafi 15 റൺസുകളുമായി, ആസാദ് 47 റൺസുകളുമായി, മറുഭാഗത്ത് 64മായി വിക്കറ്റ് നഷ്ടമില്ലാതെ ടീം ക്രിക്കറ്റേഴ്സിന്റെ ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. That's a wonderful shot through the offside region for a maximum. വമ്പൻ സ്കോറിലേക്ക് കുതിക്കുകയാണ്. കടിഞ്ഞാണിടാൻ മറുഭാഗത്ത് ശ്രമിക്കുമ്പോൾ അതിഗംഭീരമായ ബാറ്റിംഗിന്റെ മാസ്മരിക പ്രവാഹമായി അമ്മി തെരുവത്തിന്റെ ഓവറിൽ ലഭിച്ച ഒരൊറ്റ ചാൻസ് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ഭാഗത്തും മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ട് ബാറ്റേഴ്സ് 71 റൺസുകൾ. Trying to hammer through the onside region. Just takes a single. Moves on 72. Moving to the last ball of the over. Four overs done, 73 runs on card by Team Cricketers. Siraj is coming back into the attack with the last over of the innings, number 1. Down the leg stumps to start the action. Quickly Siraj comes and block the chance for the batters to move between the wickets. Azad on 48 standing on the non-striker's ends. Nafi standing on the striker end with 10 balls 23. Bowled in. That's a terrific delivery from Siraj. Very well executed one from the front line strike bowler. Absolutely beautiful yorker right on the target. Bang bang. Very well controlled innings of Nafi comes to an end. 74 for the loss of 1. അടുത്ത മത്സരത്തിന്റെ ടോസിന് വേണ്ടി ടീം KRC, ടീം പയോട്ട ഇരു ടീമിന്റെയും ക്യാപ്റ്റൻസിനെ സ്വാഗതം ചെയ്യുകയാണ്. ടോസിനായി KRC, പയോട്ട ടീമുകളുടെ ക്യാപ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു.
Amchu joins. Another familiar face. Joins in the middle. In at number 3. On to the body. No chance for the batter. Just takes a single in form of absolutely fabulous piece of execution from Siraj. ടീം KRCയുടെ ക്യാപ്റ്റനെ ടോസിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. KRCയുടെ ക്യാപ്റ്റൻ ടോസിനായി റിപ്പോർട്ട് ചെയ്യുക. ഹയസ്റ്റ് സ്കോർ ഇൻ ദി ഇന്നിംഗ്സ് ഓഫ് ടീം ക്രിക്കറ്റേഴ്സ് 75 റൺസിലേക്ക് ടൂർണമെന്റിലെ ഉയർന്ന സ്കോർ ഇതുവരെയുള്ളതിൽ. But the tournament is long way to go. We are just begins. ഫ്രണ്ട്സ് പയോട്ടയുടെ കളിക്കാരെല്ലാവരും വിക്കറ്റ് കീപ്പറുടെ പിറകുവശത്തെ ഗ്രൗണ്ടിന് പുറത്തെത്തണമെന്ന് അറിയിക്കുന്നു. ഫ്രണ്ട്സ് പയോട്ടയുടെ എല്ലാ കളിക്കാരും മൈക്ക് പോയിന്റിന്റെ താഴെ എത്തണമെന്ന് അറിയിക്കുന്നു. Oh man, that's a stunner. What a wonderful way. Azad. Well, that's a 50 for Azad in style. First 50 of Lord's Premier League by Azad from cricketers. It just came from 17 balls, including some stunners of sixes. Unbelievable innings. എട്ട് സിക്സറുകളുമായി എതിരാളികൾക്ക് മേൽ ശക്തമായ ആധിപത്യം സ്ഥാപിച്ച ഇന്നിംഗ്സുമായി ആസാദ്. Shot again, going into the different direction. Takes a single. No chance for coming back. അടുത്ത മത്സരത്തിന്റെ ടോസ് വിജയിച്ചുകൊണ്ട് KRC elected to bowl first. KRCയുടെ ടീം അംഗങ്ങൾ ബൈക്ക് പോയിന്റിന് താഴെ എത്തണമെന്ന് ക്യാപ്റ്റൻ അറിയിക്കുന്നു. That's a magnificent execution from Siraj. What a wonderful delivery from Siraj. Completely controls everything on in sand. He just makes a perfect 2 overs of spell for the team. Not gets the right control on this occasion, just clears the infield and straight away off the mark by Shamsi from the very first ball. MA Brothers open the account. Run on the board in the very first ball. Here comes Firu Bevinja. Played it that one. Both openers are off the mark in consecutive singles. That brings 2 runs on card by MA Brothers in the starting session of the second innings. It is a big run chase of targets for MA Brothers. What a shot that is! What a power generated by Shamsi! It is electrifying way, clears the distance superbly by Shamsi. Cracker of a shot. A good crunching sound. Shot again into the covers region. He cracks another one in an easy way. Game is on, but straight away the statement coming from MA Brothers. Shamsi, he was started superbly and he's going in a fluency way. Little changes in the length and it will be treated with a single by Shamsi. 15 runs
came from the first 5 balls of this over. And here is one more ball to go from the over. Firu Bevinja, another masterful striker. Steps it down the ground and there will be neck and gone. Easy for the umpire. And Firu is going back. Wicket number 1 down in the last ball of the over. End of the over. 15 for 1. Good start for the bowling side. 2 സിക്സറുകളുമായി ഷംസി തുടക്കം കുറിച്ചെങ്കിലും അവസാന പന്ത് ഫിറു ബെവിഞ്ച എന്ന അധികായനെ സ്വന്തമാക്കിക്കൊണ്ട് ഓവർ അവസാനിപ്പിക്കുകയാണ് നാഫി ഇൻ സ്റ്റൈൽ. 69 required from 24 balls. New man Ammi Thiruvathu joins a truckload of experienced cricketer in all the formats of cricket, in leather bowl, soft bowl, hard bowl. Ammi is a genius. Comes and joins in at number 3 for the team. Here comes Jafar Ahmad coming with the over number 2. Crunching sound again from the bat of Shamsi. Just gets a single. Easily puts it away through the onside. And it will be an easy going between the wicket for the batters. MA Brothers 16 for 1. Ammi Thiruvathu on strike now. Intent is clear. Trying to lob that one by Ammi. Not gets a control on this occasion. Behind that action. Japu once again with a beauty of execution. Perfect delivery. Perfectly beats a run-in from Mumbai. The bat is close between the wickets. And it's a very good start for the second over by the bowling side. Jafar Ahmad. That's in the air. A trouble. Comfortable hands of the fielder in the deep that makes no mistakes. Second wicket goes down from the camp of MA Brothers. കുറ്റനടികളുമായി തുടക്കം കുറിച്ച ഷംസിയുടെ വിക്കറ്റ് സ്വന്തമാക്കിക്കൊണ്ട് മറുഭാഗത്ത് ടീം ക്രിക്കറ്റേഴ്സ് രണ്ടാമത്തെ വിക്കറ്റും സ്വന്തമാക്കുന്നു. തുടക്കഘട്ടത്തിൽ തന്നെ ആവേശം മറുഭാഗത്തേക്ക് മറുകരയിലേക്ക് മറിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഫ്രണ്ട് ലൈൻ ബോളേഴ്സ് തുടക്കം കുറിക്കുന്നു വിക്കറ്റുമായി. 17 for 2 MA Brothers. 67 looks to be a little bit huge one in 20 balls. Wonderfully just controlling the things by Japu. Composing it really nice way and controlling it in his custody. Bowling with lot of domination. Here comes the last ball of the over. Turning out to be a phenomenal one for the bowling side. Going back to load the action again in front of the experienced Ammi Thiruvathu. Big swing. And he missed that one on this occasion. That's the end of a special over. Just 3 runs came from the over of Japu. 18 for the loss of 2. In his 66 ആണ് വേണ്ടത് 18 പന്തുകളിൽ നിന്ന്. They need bundles of sixes. Imtiaz is coming.
Another experienced bowler. 18 for 2 by the team MA Brothers. They need 66 runs from 18 balls. Shabir on strike. Shot through the onside region, just a single to satisfied by the batter. That brings Ammi back to the striker's end. That's in the air and it will be wicket number 3. Ammi Thiruvat, the big fish gone. That's into the nets of Azad, the wicket keeper. Makes no mistakes. 19 for 3 by the team. And they were on a little bit deep trouble while chasing the big target. 65 required from 16. What a performance by Azad CP. In the first innings, scored a brilliant half century, the first ever half century of Lord's Premier League. New batter, Mujib Powell straight away off the mark with a single, but singles won mine by the fielding side. They were ready to stop some sixes. That's wide for sure. Just moving away from the guideline after hitting on the channel. Moves with 21 runs. 15 balls. They need 10 sixes in tennis ball cricket. 63 required. Shot, and there will be a loose type of delivery, a full toss one treated all the way out of the ground to the mid wicket by Shabir. Bringing a lot of power, bringing an exquisite timing. 27 on card by MA Brothers. That's nicely carried on the track, beautifully delivered. After that full toss delivery, the man back with a strong length in front of Shabir and beats him with a pace. Last ball of the over. Shot again, 6 again, Shabir again. Much needed maximum. This is for the batting side. End of 3. All 3 on card. 33 for 3 after 3. 51 required from next 2 overs. 12 പന്തുകൾ 51 റൺസുകൾ ലക്ഷ്യമായി മുൻപിൽ. 51 റൺസിന്റെ ടാർഗറ്റാണ് അവസാന 2 ഓവറുകളിൽ നിന്ന് മത്സരം വിജയിക്കാൻ. Japu looks to continue. Mujib and Shabir, the batters in the middle. Mujib on strike, needs some sixes. Oh, stepping down the crease by Mujib, but not a controlled one. That's an absolute phenomenal way to start the over by Japu in his second over. Very tough time for the batting side. MA Brothers, they need 51 from 11. And here comes the all-rounder. Siraj joins as a new batter. Very well known all-rounder cricketer. Start with the 6 and first ball. Pulls it that one over the head of the deep square. Half of a dozen to start by Siraj in first ball. Need plenty of sixes. 10 balls, 45.
No ball is the call. Well, there will be a chance for an out, but holds that one on his hand. An easy way the bat is moves between the wickets. No ball +1. A free hit ball coming up for the batter Shabir. That's a wonderful way the man execute his plan. Full length one. Little keeps on his knocks. Maintains the things really well in that free hit ball by Japu. 9 balls 43. Shot. Flick off his wrist. In the ends of the field in deep square. That's a wicket of Shabir going back. Wicket number 5 down from the side. 41 for 5. Match is completely in the hands of the bowling side. Faisalika joins as a new batter, just takes a single straight away off the mark. 42ലേക്ക് എത്തുന്നു. മറ്റൊരു 42 കൂടി വേണം. 7 പന്ത് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 7 പന്തിൽ 7 സിക്സറുകൾ. ഇതൊരെണ്ണം സിറാജ് അടിച്ചാൽ അടുത്ത ഓവറിൽ 6 എണ്ണം അടിക്കാമെന്ന് ഫൈസലിക്ക. ആഹാ, തന്റെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചുകൊണ്ട് സിറാജ് done and dust that one in style out of the ground for 6 runs. ഇനി 6 പന്തുകൾ ഫൈസലിന്റെ കൈകളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് MA ബ്രദേഴ്സ് 6 സിക്സറുകൾ തന്റെ പ്രതാപകാലത്തെ ബാറ്റിംഗ് പുറത്തെടുക്കാൻ ഫൈസലിക്കാകുമോ? ആറ് പന്തിൽ 36, 6 സിക്സറുകൾ. ആരെറിയും അവസാന ഓവർ ടീം ക്രിക്കറ്റേഴ്സിന് വേണ്ടി എന്ന ചോദ്യം നിൽക്കുമ്പോൾ Ikku coming, Ika on strike. Brilliant execution of a Yorker by Ikku in front of Ika. Decided to go with a single by the batters. മുപ്പത്തിയഞ്ച് റൺസുകൾ 5 പന്തിൽ. വലിയൊരാഘാതത്തിൽ നിന്ന് കുറ്റനടികളോടുകൂടി കരകയറാനുള്ള ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പാണ് സിറാജിന്റെ ഭാഗത്ത് നിന്ന്. ബട്ട് ഓൺ ദി അതർ സൈഡ് ഒരു ലൂപ്പോളും അനുവദിക്കാതെ കൃത്യമായി ഇക്കോ സ്റ്റാർട്ട് ചെയ്യുന്നു. അവസാന ഓവർ ആരെറിയുമെന്ന ചോദ്യത്തിനൊടുവിൽ ഡെത്ത് ബൗളിംഗ് സ്പെഷ്യലിസ്റ്റിനെ ഗോഡ് വി ഹാവ് എന്ന സ്റ്റേറ്റ്മെന്റുമായി 2 brilliant Yorkers implement right on the spot. It's another one, but this time treated onto the onside region by Siraj. But the plan of Ikku just standing tall. And it's another 6 from Siraj. He is fighting. 3 സിക്സറുകൾ അടിച്ചുകൊണ്ട് സിറാജ് ഒരു ഭാഗത്ത് റൺ റേറ്റിന്റെ ആഘാതം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. It's another one. Drives it that one through the offside region. Wide is long off. Comes and collects it, and there will be an easy double for the batters between the wickets. MA Brothers. Shot again, 1 bounce after into the hands of the fielder in long on. Just takes a single on this occasion. അവസാന പന്തിലേക്ക് കടക്കുകയാണ് മൂന്നാമത്തെ മത്സരം. അടുത്ത മത്സരത്തിനായി KRC ടീം പയോട്ട ടീമുകൾ തയ്യാറായി ഗ്രൗണ്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാവുകയാണ്. That's it. That's the end of the game. And there will be a wonderful victory. 25 റൺസിന്റെ വലിയ മാർജിനിലുള്ള ഒരു വിക്ടറി സ്വന്തമാക്കിക്കൊണ്ട് സ്കോർ ബോർഡിലേക്ക് 2 പോയിന്റും നെറ്റ് റൺ റേറ്റിൽ ഒരു വലിയ ബൂസ്റ്റും നേടിക്കൊണ്ട്
ടീം ക്രിക്കറ്റേഴ്സ് ആധികാരികമായി സ്റ്റാർട്ട് ചെയ്യുന്നു ലോർഡ്സ് പ്രീമിയർ ലീഗ്. ആൻഡ് ഐ വെൽക്കം നോ ഡൗട്ട് ഫോർ ദ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് വിന്നർ. 18 പന്തുകൾ നേടുന്നു, 8 സിക്സറുകൾ അടിക്കുന്നു, 55 റൺസുകൾ നേടുന്നു. പ്രീമിയർ ലീഗിലെ ആദ്യ ഹാഫ് സെഞ്ചുറിക്കുടമയാകുന്നു ആസാദ്, ദ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് വിന്നർ. കൺഗ്രാറ്റുലേഷൻ ആൻഡ് വെൽക്കം ടു റിസീവ് ദി അവാർഡ്.